ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ വന്നിരിക്കുകയാണ്. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറി. 23-ാം തീയതി ബുധനാഴ്ച മുതൽ 25-ാം തീയതി വെള്ളിയാഴ്ച വരെയാണ് പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ് ഞാൻ കാണാൻ വന്നിരിക്കുന്നത്. ഇന്നലെ നല്ല തിരക്കായിരുന്നു. 5-6 മണിക്കൂർ നിന്നാണ് ഓരോരുത്തരും കണ്ടത്. ഞാനത് പ്രതീക്ഷിച്ചാണ് വന്നത്, പക്ഷേ ദൈവം സഹായിച്ച് പെട്ടെന്ന് തന്നെ കാണാൻ സാധിച്ചു. ഒരു 3:30 മണിക്കാണ് ഞാൻ വന്നത്, പക്ഷേ ഒരു 4:05 തന്നെ കാണാനൊക്കെ സാധിച്ചു. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ചടങ്ങിൽ പോപ്പായ ചടങ്ങിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയായിരുന്നു. പലതവണ പോപ്പിനെ കാണാനുള്ളൊരവസരവും ഉണ്ടായി. ഇപ്പോൾ ഈ ചടങ്ങിലും എനിക്ക് പങ്കെടുക്കാനുള്ളൊരു അവസരം ദൈവം തന്നു. ഇന്നും തിരക്കൊക്കെ ഉണ്ട്, പക്ഷേ പെട്ടെന്ന് പോകുന്നുണ്ട് ആൾക്കാർ. അധികം നേരം ഡിലേ ഒന്നും വന്നില്ല. ഇന്നലെയൊക്കെ നല്ലോണം ആൾക്കാർ ബുദ്ധിമുട്ടി. 5-6 മണിക്കൂറൊക്കെ നിന്ന് എല്ലാവരും അവശതയായി. ഇതിപ്പോൾ കരുണയുടെ കവാടത്തിൽ കൂടിയാണ് നമ്മൾ പള്ളിയുടെ അകത്ത് കിടക്കുന്നത് കേട്ടോ. മെയിൻ എൻട്രൻസ് അല്ല, സെൻട്രൽ കൂടെ അല്ല. ഇപ്പോൾ ജൂബിലിയോ ആയതുകൊണ്ട് ഈ വർഷം കരുണയുടെ കവാടം ഓപ്പൺ ആണല്ലോ. അപ്പോൾ എല്ലാവരും ആ വാതിലിൽ കൂടിയാണ് നമ്മൾ പള്ളിയുടെ അകത്തോട്ട് കിടക്കുന്നത്.
ഇപ്പോൾ മാർപ്പാപ്പന വെള്ളിയാഴ്ച വരെ വത്തിക്കാനിലാണ് പൊതുദർശനത്തിന് വെക്കണത്. ശനിയാഴ്ച അടക്കുന്നത് മരിയ മജോറെ എന്ന് പറഞ്ഞ പള്ളിയിലാണ്. ആ പള്ളി എന്ന് പറയുന്നതും ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. കുറച്ചേരം നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ സാധിച്ച്. സൈഡിലോട്ട് അവർ സെൻറ്ററിൽ കൂടെയാണ് ആൾക്കാർ പോകണതെങ്കിലും നമുക്ക് സൈഡിലോട്ടൊക്കെ നീങ്ങി കുറച്ച് നേരം പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാം സാധിച്ചു. നമുക്ക് അടുത്തോട്ട് പോകാൻ പറ്റില്ല. അതിനവിടെ പെർമിഷനുള്ള പല ആൾക്കാർക്ക് പോകാൻ പറ്റും. ഇതാണ് അൾത്താര. മെയിൻ അൾത്താരയാണ്. അൾത്താരയുടെ ഫ്രണ്ടിൽ തന്നെയാണ് പാപ്പന കിടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ തന്നെ, ഈ ആൾക്കാരുടെ പുറകിൽ തന്നെ ഒരു കുർബാന നടക്കണമായിരുന്നു. ഒരു 10 മിനിറ്റോളം അവിടെ നിന്നു കുർബാനക്ക്. പിന്നെ അങ്ങനെ അധികം നേരം നിൽക്കാനൊന്നും പറ്റില്ല. ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരും പോകാൻ പറഞ്ഞു. അങ്ങനെ പാപ്പനെ കണ്ടു, കുറച്ച് നേരം പ്രാർത്ഥിച്ചു, പിന്നെ തിരിച്ചു പോവുകയാണ്.